നിങ്ങളൊരു കാട്ടിൽ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ മൊബൈലിൽ സിഗ്നലോ ഗൂഗിൾ മാപ്പ് എടുക്കാനുള്ള ഓപ്ഷനോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉള്ളിലുള്ള ഭയം വിശപ്പിനെക്കാട്ടിലും മുന്നേ നമ്മളെ തളർത്തും. പക്ഷെ ശാന്തമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങളൊരു കാടിനുള്ളിൽ വഴിതെറ്റി പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ട് പുറത്തു വരാനുള്ള ചെറിയ ടിപ്സാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലിസ്റ്റ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനൽസിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് കേരളത്തിൽ നിന്നുള്ള IT പ്രൊഫഷണൽ ആയിട്ടുള്ള ശരണ്യ. കൂർഗിൽ ഒരു ട്രെക്കിങ്ങിന് പോയി കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ശരണ്യയെ 4 ദിവസം കഴിഞ്ഞാണ് റെസ്ക്യൂ ചെയ്ത് പുറത്തു കൊണ്ടുവരുന്നത്. ഈ 4 ദിവസം ശരണ്യ കാടിനുള്ളിൽ സർവൈവ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് പുറത്തും വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ശരണ്യ ചെയ്തത് ശരിയാണോ, എങ്ങനെ സർവൈവ് ചെയ്തു, പറയുന്നതിൽ കുറേ കാര്യങ്ങൾ വിരുദ്ധമായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമല്ല. പുള്ളിക്കാരി സുരക്ഷിതമായിട്ട് പുറത്തെത്തി. പുള്ളിക്കാരുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്നോ അല്ലെങ്കിൽ ആ സമയത്ത് എന്താണ് സംഭവിച്ചെന്നോ നേരിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. വി ക്യാൻ ഓൺലി സ്പെക്കുലേറ്റ്. ഇപ്പോഴത്തെ നമ്മളെ വിഷയം അതല്ല. ഇത് ആർക്കും സംഭവിക്കാമെന്നുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി കാട്ടിലൊക്കെ ട്രെക്കിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഇത് സംഭവിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റഫ്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ഒരു കാടിനുള്ളിൽ പെട്ടുപോവുകയാണെങ്കിൽ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റോപ്പ്. STOP. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. S മീൻസ് സ്റ്റോപ്പ്. വഴിതെറ്റി എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പാനിക്കായിട്ട് ബാഡ് ഡിസിഷൻസ് എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. T മീൻസ് തിങ്ക്. നിങ്ങളുടെ സിറ്റുവേഷൻ ഒന്ന് അസസ് ചെയ്യാനുള്ളൊരു ടൈമാണിത്. നിങ്ങൾ വഴിതെറ്റിയത് എങ്ങനെയാണെന്നോ ഏത് വഴിയാണ് വന്നതെന്നൊക്കെ തിങ്ക് ചെയ്യാനുള്ളൊരു സമയമാണത്. ഒന്ന് റിലാക്സ് ചെയ്ത് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് ശരിയായിട്ടുള്ള വഴി കണ്ടുപിടിക്കാനായിട്ട് പറ്റിയെന്ന് വരാം. ദ തേർഡ് വൺ ഈസ് O മീൻസ് ഒബ്സർവ്. അതായത് നിരീക്ഷിക്കുക. കാടിനുള്ളിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ സറൗണ്ടിങ്സിനെ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. അവിടെയുള്ള ലാൻഡ് മാർക്സ് നോക്കി വയ്ക്കാം, അല്ലെങ്കിൽ വൈൽഡ് അനിമൽസ് ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലമാണോ നോക്കി വയ്ക്കാം, ഏതെങ്കിലും റിവേഴ്സ് ഫ്ലോ ചെയ്യുന്ന സൗണ്ട് ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ കാടിൻ്റെ മൊത്തത്തിലുള്ളൊരു അന്തരീക്ഷം നമുക്ക് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാം. ഈ ഒബ്സർവ് ചെയ്യുന്നത് ആക്ച്വലി നമ്മളെ മുന്നോട്ട് പോകുമ്പോൾ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഈസ് P വിച്ച് മീൻസ് പ്ലാൻ. പാനിക്കായി കാണുന്ന ഏതെങ്കിലും ഒരു ദിശയിലോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വഴിതെറ്റി ഉൾക്കാട്ടിലേക്ക് പോകത്തുള്ളൂ. സോ കൃത്യമായിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കണം. ക്ലിയർ അല്ലാത്ത ഒരു പാത്തിലൂടെ നമ്മൾ ഒരിക്കലും നടന്ന് മുമ്പോട്ട് പോകാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയ അപകടം. കാരണം വീണ്ടും വഴിതെറ്റി നമ്മൾ ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വൈൽഡ് അനിമൽസ് ആക്ടിവിറ്റി ഉള്ള കാടാണെന്നുണ്ടെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. കാടിനുള്ളിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഭയം ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ പാനിക് ആവുന്നത് നമ്മുടെ ആ ഒരു എനർജി വീണ്ടും ഡ്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെ വീണ്ടും എക്സോസ്റ്റഡ് ആക്കും. കാടിൽ നിന്ന് പുറത്ത് വരാനുള്ള എനർജി നമുക്ക് ഉണ്ടാകത്തില്ല. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കാം ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ഡീപ്പ് ബ്രെത്ത്സ് എടുക്കാം. നമ്മുടെ ഒരു മൈൻഡും ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാം. അങ്ങനെ റിലാക്സ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. പിന്നീട് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുക. വെള്ളത്തിൻ്റെ ബോട്ടിൽ, ഭക്ഷണ സാധനങ്ങൾ, ടൂൾ കിറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അതെന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കുക. പിന്നീട് നമുക്ക് പോകാൻ പറ്റിയ പാത്തുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കുക. നേരത്തെ അതുവഴി പാസ് ചെയ്ത ആൾക്കാരുടെ ഫുട് പ്രിൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഏറ്റവും സേഫ് ആയിട്ടുള്ളത് റിവേഴ്സിൻ്റെ സൈഡ് വഴി പോകുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും റിവേഴ്സിൻ്റെ സൈഡിൽ തന്നെ ആയിരിക്കും ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രെക്ക് പാത്ത്സ് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാത്തിലൂടെ തിരിച്ച് നടക്കാനുള്ള പ്ലാൻ തുടങ്ങാം. ഒരുപക്ഷെ നിങ്ങൾ കാട്ടിൽ ലോസ്റ്റ് ആയി എന്നുള്ളത് പുറത്തറിയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഓപ്പൺ ആയിട്ടുള്ളൊരു ഗ്രൗണ്ടിൽ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ തിരയുന്ന ആൾക്കാർക്ക് നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എപ്പോഴും നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൽ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അതല്ല, നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി അറിയാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഷ്യൂർ ആണെങ്കിൽ മാത്രം മൂവ് ചെയ്യുക. വെള്ളമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പം നിങ്ങളൊരു മലയുടെ മുകളിലാണെന്നുണ്ടെങ്കിൽ വെള്ളം ഉറപ്പായിട്ടും താഴേക്കായിരിക്കും ഒഴുകുന്നത്. അപ്പോൾ ആ ഒരു പാത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് താഴേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്കവാറും സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാകുന്നത് റിവേഴ്സിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. സോ നാട്ടിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല വഴിയും ഈ റിവേഴ്സിനെ ഫോളോ ചെയ്യുന്നതാണ്. സപ്പോസ് മഴയും തണുപ്പൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് നിങ്ങളുടെ കയ്യിൽ വേറെ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചുറ്റും കിട്ടുന്ന വലിയ ഇലകളും കൊമ്പുകളൊക്കെ വെച്ച് ചെറിയൊരു ഷെൽട്ടർ ഉണ്ടാക്കിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഒരു സ്ഥലത്തുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതാണ്. നോർമലി ബ്രൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ കാട്ടിലേക്ക് പോകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ക്യാമോഫ്ലാജ്ഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ആയിരിക്കും. ഇന്നത്തെ കാലത്ത് ഡ്രോൺ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട്
കൊടുങ്കാടുകളിലാണെന്നുണ്ടെങ്കിലും ഡ്രോൺ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഏരിയൽ ഒരു സെർച്ച് നടക്കാറുണ്ട്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ടോറസ് ആയിട്ടുള്ള പാറപ്പുറങ്ങളോ അല്ലെങ്കിൽ ഏരിയാസ് ഉണ്ടെങ്കിൽ കമ്പൊക്കെ വെച്ചിട്ട് SOS എന്നുള്ള സിഗ്നൽ നമുക്ക് ചെയ്തു വയ്ക്കാൻ പറ്റും. അത് പെട്ടെന്ന് നമ്മൾ ആ ഒരു സ്പോട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഡ്രോൺ സെർച്ച് ചെയ്യുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. നോർമലി നമ്മൾ പോകുന്ന സമയത്ത് കയ്യിൽ ഒരു വിസിൽ സൂക്ഷിക്കാറുണ്ട്. അങ്ങനെ വിസിൽ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു അലാം കോൾ കൊടുക്കുക, ഒരു വിസിൽ സൗണ്ട് ഉണ്ടാക്കുക. 3 ഷോർട്ട് വിസിൽസ് ആണ് അലാമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ കയ്യിൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാത്ത രീതിയിൽ ഉപയോഗിക്കുക. ഫോൺ ഫുൾ ടൈം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റേഞ്ച് പിടിക്കാനായിട്ട് പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആവശ്യമുള്ള സമയത്ത് മാത്രം ഫോൺ ഉപയോഗിക്കുക, എന്നിട്ട് ബാറ്ററി മാക്സിമം സേവ് ചെയ്യാൻ ശ്രമിക്കുക. സപ്പോസ് നാവിഗേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ കോമ്പസോ ഫോണൊന്നും ഓൺ അല്ല എന്നുണ്ടെങ്കിൽ സൂര്യനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം സൂര്യൻ ഈസ്റ്റിലാണ് ഉദിക്കുന്നത്, വെസ്റ്റിലാണ് അസ്തമിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ഡയറക്ഷൻ അസസ് ചെയ്യാൻ പറ്റും. നമുക്ക് വഴി തെറ്റി എന്ന് ഉറപ്പായി നമ്മൾ കാടിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഒരുപാട് സമയം നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി പെട്ടെന്ന് ഡ്രെയിൻ ആയി നമ്മൾ എക്സോസ്റ്റഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ പതിയെ റെസ്റ്റ് എടുത്ത് വളരെ കുറച്ച് ദൂരം വെച്ച് സഞ്ചരിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അഥവാ നിങ്ങളുടെ കയ്യിൽ ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ചെറിയ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. കയ്യിലുള്ള ഭക്ഷണം തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നീട് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. കാടിനകത്ത് കാണുന്ന ചെറിയ കായകളൊക്കെ ഭക്ഷിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. കാരണം അതിൽ പലതിലും വിഷം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കാടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് രക്ഷപ്പെട്ട് വരിക എന്നുള്ളതിൽ സ്പീഡല്ല, നമ്മുടെ ഒരു ധൈര്യമാണ് ഏറ്റവും വലിയൊരു ഫാക്ടറായിട്ട് വരുന്നത്. സോ പെട്ടെന്ന് എത്തുക എന്നുള്ള രീതിയിൽ ധൃതി പിടിക്കരുത്. പ്ലാൻ ചെയ്ത് റെസ്റ്റ് എടുത്ത് നമ്മൾ എനർജി പ്രിസർവ് ചെയ്ത് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. സോ കാടിനുള്ളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ടിട്ട് വേണം പോകാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ എപ്പോഴും കാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. വളരെ മിനിമലായിട്ടുള്ള സാധനങ്ങളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം വെള്ളം കൊണ്ടുപോകാനുള്ള വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ പാക്കാണ്. ഫുഡ് ഐറ്റംസ് ആയിട്ട് നമുക്ക് ഹെവി ഫുഡൊന്നും കൊണ്ടുപോകണമെന്നില്ല. കുറച്ച് ദിവസം നമുക്ക് പ്രിസർവ് ആയിട്ടിരിക്കുന്ന പ്രോട്ടീൻ ബാർസ്, ഡ്രൈ ഫ്രൂട്ട്സ്, കടല, പീനട്ട്സ് ഇതൊക്കെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ ഒബ്വിയസ്ലി ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ്. അഥവാ കാട്ടിലകപ്പെട്ട് നിങ്ങൾക്ക് പകൽ സമയത്ത് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു ടോർച്ച് അല്ലെങ്കിൽ ഹെഡ് ലാമ്പ് വളരെ അത്യാവശ്യമായിട്ട് വരും. മൊബൈൽ ഫോണിനെ ഇത്രയും ആശ്രയിക്കുന്ന ഒരു സമയത്ത് പവർ ബാങ്ക് ഇല്ലാണ്ട് നമ്മൾ നോർമലി ഒരിടത്തും പോകാറില്ല. സോ കാട്ടിൽ പോകുന്ന സമയത്തും പവർ ബാങ്ക് കൊണ്ടുപോകുന്നത് വളരെ നല്ലൊരു ശീലമാണ്. പിന്നീട് ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് വിസിൽ ആക്ച്വലി നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ചില സിറ്റുവേഷൻസിൽ. സോ മസ്റ്റായിട്ട് എപ്പോഴും ഒരു വിസിൽ കയ്യിൽ വെച്ചേക്കുക. പിന്നെ അതുപോലെ ഒരു മൾട്ടി ടൂൾ അല്ലെങ്കിൽ കത്തി എപ്പോഴും കയ്യിൽ വെച്ചേക്കുക. ഇതും ആ ഒരു സർവൈവൽ കിറ്റിൻ്റെ ഭാഗമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ വരുന്നത് നാവിഗേഷനും നമ്മുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. നോർമലി കാടുകളിൽ നമുക്ക് മാപ്പ് അങ്ങനെ വലുതായിട്ട് അത്യാവശ്യം വരാറില്ല. അവൈലബിൾ ആണെങ്കിൽ നമ്മൾ പോകുന്ന ഏരിയയുടെ ഒരു പേപ്പർ മാപ്പ് കയ്യിൽ വെക്കുന്നത് വളരെ നല്ലൊരു ശീലമാണ്. ഡയറക്ഷൻസ് അറിയുക എന്നുള്ളത് കാട്ടിൽ പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു മസ്റ്റ് ഹാവ് എ കോമ്പസ്. ഈ കോമ്പസ് എന്ന് പറയുന്നത് മൊബൈലിൽ അവൈലബിൾ ആണ്. പക്ഷേ മൊബൈലിൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. സോ മൊബൈലിലല്ലാണ്ട് നമുക്ക് നോർമൽ കോമ്പസ് മേടിക്കാൻ കിട്ടും. ചെറുതാണെങ്കിലും അങ്ങനെ ഒരു കോമ്പസ് കൈ വെച്ചേക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഫോൺ എപ്പോഴും കാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഫുള്ളി ചാർജ്ഡ് ആയിരിക്കണം. അതുപോലെ അതിനകത്ത് ഓഫ്ലൈൻ മാപ്സും ഡൗൺലോഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ കാട്ടിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ വന്ന ആ ഡയറക്ഷൻ ഏതാണെന്ന് ആദ്യമേ നോട്ട് ചെയ്ത് വെക്കുക. സോ നമുക്ക് അങ്ങനെ വഴി തെറ്റുകയാണെന്നുണ്ടെങ്കിൽ കോമ്പസിൽ ആ ഒരു ഡയറക്ഷൻ നോക്കി പോകാനുള്ളൊരു സൗകര്യം ഉണ്ടാവും. വലിയ മലകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ലാൻഡ്മാർക്ക് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രസ്സിങ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ഷൂസ് അത് വളരെ അത്യാവശ്യമാണ്. ട്രെക്കിംഗ് ബൂട്ട്സ് ആണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള സംഭവം. ബെയർ ഫൂട്ടിലോ സാൻഡൽസും ക്രോക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് കാട്ടിൽ ഒരിക്കലും ട്രെക്കിന് പോകാതിരിക്കുക. അതൊട്ടും സേഫ് അല്ല. കാട്ടിൽ പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതേണ്ട വേറെ സാധനങ്ങളാണ് ഒരു ക്യാപ്പ്, എക്സ്ട്രാ ഡ്രസ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത്, പിന്നെ ഒരു റെയിൻ ജാക്കറ്റ്. കാരണം മഴ എപ്പോൾ പെയ്യുന്നു നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാടിലേക്ക് പോകുന്ന സമയത്ത് കാടിൻ്റെ സ്വഭാവമോ അല്ലെങ്കിൽ കാടിൻ്റെ ഒരു രൂപമോ ഭാവമോ ഒന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മളൊരു കാട്ടിൽ പോയി ആ ഒരു വഴിയൊക്കെ നമ്മൾ പഠിച്ചാൽ പോലും അടുത്ത തവണ വേറൊരു സീസണിൽ പോകുന്ന സമയത്ത് കാടിൻ്റെ രൂപവും ഭാവവും ഒക്കെ വേറെ ആയിരിക്കും. അതുപോലെ ഇരുട്ടാവുന്ന സമയത്ത് പകൽ കണ്ട കാടേ ആയിരിക്കില്ല. വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് കാടിൻ്റെ ഒരു സ്വഭാവം ആ സമയത്ത് മാറുന്നത്. പിന്നെ വന്യമൃഗങ്ങളുടെ കാര്യവും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നിങ്ങളൊരു കാട്ടിൽ ട്രെക്കിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റീസിൻ്റെ പെർമിഷനോട് കൂടി മാത്രം പോവുക. പ്രോപ്പർ ഗൈഡൻസോട് കൂടി മാത്രം പോവുക. നിങ്ങൾക്ക് ഫോറസ്റ്റിൽ, കേരള ഫോറസ്റ്റ് ആണെങ്കിലും ഏത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അവർ ഗൈഡ്സിൻ്റെ കൂടെയാണ് വിടുന്നത്. സോ അവർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് അവരുടെ കൂടെ പോവുക. ഇപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഗ്രൂപ്പിൻ്റെ കൂടെ ചേർന്ന് പോകാനായിട്ട് ട്രൈ ചെയ്യുക. കാട്ടിൽ ഒരിക്കലും ഒറ്റയ്ക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പുറത്ത് അറിയിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനാണ് കാട്ടിനകത്തുള്ളത്.
നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ സ്മാർട്ട് ഫോൺസിൻ്റെ ഫീച്ചേഴ്സിനെക്കാട്ടിലും യൂസ് വരുന്നത് ബാറ്ററിയും റേഞ്ചുമാണ്. സോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും സ്പെയർ ആയിട്ട് ഒരു പഴയ കീപാഡ് ഫോൺ ഫുള്ളി ചാർജ് ചെയ്ത് കൈവയ്ക്കുക. പണ്ടത്തെ സാംസങ്ങിൻ്റെയും മോട്ടോറോയുടെയൊക്കെ ഫോൺസ് ഇപ്പോഴും അവൈലബിൾ ആണ്, കീപാഡ് മാത്രമുള്ള ഫോൺസ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1 month ഒക്കെയാണ്. അതുപോലെ വേറെ വലിയ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്തത് കാരണം ഇതിനകത്ത് പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആയി പോകത്തില്ല. പിന്നെ ഒരു സ്പെയർ ആയിട്ട് BSNLൻ്റെ ഒരു സിമ്മും വയ്ക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. കാരണം മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ളത് കാർഡുകളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിമോട്ട് ആയിട്ടുള്ള പ്ലേസസിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടാൻ ചാൻസ് ഉള്ളത് BSNLൻ്റെ സിമ്മിനാണ്. സോ നല്ലതുപോലെ ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു പഴയ കീപാഡ് ഫോൺ ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ളതും ഒരു BSNLൻ്റെ സ്പെയർ സിമ്മും കൈവയ്ക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഏതായാലും ഇങ്ങനൊരു സിറ്റുവേഷൻ ആർക്കും വരാതിരിക്കട്ടെ. അഥവാ അങ്ങനെ സംഭവിച്ചു പോയാൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പുറത്തെത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഏതായാലും ഹാപ്പി ട്രെക്കിംഗ്. അടുത്ത വീഡിയോ ഉടനെ കാണാം. അഡിയോസ് അമീഗോസ്.